Hello guys, welcome back to my YouTube channel, episode 11 of Unhealthy Relationship. നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നീ എനിക്ക് വേണ്ടി ചെയ്യണം. ഈ ഒരു സെന്റൻസ് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. കേൾക്കുന്ന സമയത്ത് ഇതൊരു ലവിൻ്റെ എക്സ്പ്രഷൻ പോലെയെല്ലാം തോന്നും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മളെ ലവിൻ്റെ പേരിൽ ഗിൽറ്റ് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യിപ്പിക്കലാണ് ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിൻ്റെ ഒരു രൂപം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ലവ്, ഫിയർ, ഗിൽറ്റ്, ഇൻസെക്യൂരിറ്റീസ് ഇങ്ങനെയുള്ള ഇമോഷൻസിനെ ഉപയോഗിക്കുന്നതാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, എല്ലാ ഇമോഷണൽ കോൺവെർസേഷനും ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കില്ല. ഇപ്പോൾ ഒരാൾ നമ്മളോട് അയാളെ ഫീലിങ്സ് തുറന്ന് പറയുന്നത് അത് വേറെയാണ്, അത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് പെടില്ല. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ ചോയ്സിനെ എടുത്തു കളയാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ തീരെ താല്പര്യമില്ല, പക്ഷെ നിങ്ങളെ പാർട്ട്ണർ നിങ്ങളോട് പറയുന്നത് നിനക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇത് ചെയ്യും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ ആ കാര്യം ചെയ്യണോ വേണ്ടിയോ എന്നല്ല, ഇപ്പോൾ ഒരു നമ്മളെ ലവ് പ്രൂവ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും, ഇനിയിപ്പോൾ ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാനൊരു ബാഡ് പാർട്ട്ണർ ആവോ. ആ പോയിന്റിലാണ് ഈ മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കോമൺ ടെക്നിക്കാണ് ഗിൽറ്റ്. ഗിൽറ്റിനെ പറ്റി പറയുമ്പോൾ, ഇപ്പോൾ അനക്ക് വേണ്ടി ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, പക്ഷെ നീ എനിക്ക് വേണ്ടി ഇതുപോലും ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഒരു വാക്ക് നമ്മളെ പാർട്ട്ണറെ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് നോർമലി ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഗിൽറ്റ് കാരണം നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യമായെങ്കിൽ പോലും നമ്മൾ ഓക്കെ പറഞ്ഞിട്ട് സമ്മതിക്കും. ഇനി ഞാൻ പറയുന്നത് ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിൻ്റെ ഒരു സീരിയസ് ഫോമിനെ പറ്റിയിട്ടാണ്. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും, അതുപോലെ നീ എന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ പറയുന്നത് നീ കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ റിലേഷൻ എടുത്തിരും, ഞാൻ നിന്നോട് സംസാരിക്കൂല. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ഒരാളെ ഫിയറിലും പ്രഷറിലും എത്തിക്കുന്നത് ഒരിക്കലും ഒരു ഹെൽത്തി കോൺവെർസേഷൻ അല്ല. പ്രത്യേകിച്ചിട്ട് സെൽഫ് ഹാം പോലുള്ള ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടെങ്കിൽ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഒരാൾക്ക് ഇങ്ങനെയുള്ള ബ്ലാക്ക് മെയിലിംഗ് ഹാൻഡിൽ ചെയ്യാണ്ട് വന്നെങ്കിൽ അത് ഒരിക്കലും ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഒരു റിലേഷൻഷിപ്പിൽ ചില സമയത്ത് നോ പറയേണ്ട റൈറ്റ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്നത് എനിക്കിത് ചെയ്യാൻ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കിത് ചെയ്യണം എന്ന്. അപ്പോൾ അവർ പറയും, സോ നിങ്ങൾക്കിത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യമില്ല, അപ്പോൾ എന്നെക്കാളും നിങ്ങൾക്ക് വാല്യൂ ഉള്ളത് ഇതുപോലത്തെ കാര്യങ്ങൾക്കാണ്. അവർ നിങ്ങളെ ബൗണ്ടറീസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നമുക്ക് അവരെ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യത്തിനും യെസ് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് തുടർച്ചയായിട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് മെല്ലെ മെല്ലെ ഒരു പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഞാനിനി സെൽഫിഷ് ആണോ, ഞാനൊരു നല്ല പാർട്ട്ണർ അല്ലേ, ഞാൻ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യണോ, ഇനി അഡ്ജസ്റ്റ് ചെയ്താൽ പ്രശ്നമൊന്നും ഉണ്ടാവൂലേ, ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ വരും. അങ്ങനെ ലാസ്റ്റ് വേറൊരാളെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിനെക്കാട്ട് കൂടുതൽ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലുള്ള ഒരാൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇപ്പോൾ നീ ഇത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിനക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഓക്കെ, ഞാനത് റെസ്പെക്ട് ചെയ്യും. ഇങ്ങനെയായിരിക്കും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലുള്ള ആളെ കമ്മ്യൂണിക്കേഷൻ. ബിക്കോസ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും കൺട്രോൾ അല്ല. നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെ ഡിസിഷൻസ് റെസ്പെക്ട് ചെയ്യണം, അതേപോലെ നിങ്ങൾ നോ പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങളെ ഗിൽറ്റ് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ നിർബന്ധിക്കൂല. സോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ സോ ഞാൻ ഇത് ചെയ്യണം അങ്ങനെ തീരുമാനിക്കേണ്ട കാര്യമില്ല. അതിന് പകരം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ഇത് ചെയ്യുന്നത് നമുക്ക് താല്പര്യം ഉണ്ടായിട്ടാണോ, അതോ സ്നേഹത്തിൻ്റെ പുറത്താണോ, അല്ലെങ്കിൽ പേടി കൊണ്ടും ഗിൽറ്റ് കൊണ്ടും ആണോ. അപ്പോൾ അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള റിലേഷൻഷിപ്പ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.